ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ മെഗാ റിവിഷൻ ആണ് ചെയ്യുന്നത്. ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ തിയറി ഒറ്റ വീഡിയോയിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതും പ്ലസ് നിങ്ങളുടെ ടെക്സ്റ്റിലെ പ്രോഗ്രാംസും പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. പ്രോഗ്രാംസ് പഠിക്കണം, കാരണം ഇത്തവണ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാമിനും കഴിഞ്ഞ തവണയൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രോഗ്രാംസും വലിയ പ്രോഗ്രാംസും എല്ലാം ചോദിക്കുന്നുണ്ട്. സോ പ്രോഗ്രാംസിന് നല്ല വെയിറ്റേജ് ഉണ്ട്. പ്രോഗ്രാംസും പഠിക്കണം, ഈ തിയറീസും പഠിക്കണം കേട്ടോ. സോ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ചാപ്റ്റർ 1. ക്യാരക്ടർ സെറ്റ് എന്നാണ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ C++ ലാംഗ്വേജിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ലെറ്റേഴ്സ് ഉണ്ട്, A to Z വരെയുള്ള അപ്പർ കേസും ലോവർ കേസും സെപ്പറേറ്റഡ് ആയിട്ട്. ഡിജിറ്റ്സ് ഉണ്ട് 0 to 9 വരെയുള്ളത് ഡിജിറ്റ്സ് ഉണ്ട്. പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ വൈറ്റ് സ്പേസസ് ആയിട്ടുള്ള സ്പേസ് ബാർ, ടാബ്, ന്യൂ ലൈൻ അങ്ങനെയുള്ള സ്പേസസ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സം ആസ്കി ക്യാരക്ടേഴ്സ് 0 to 255 വരെയുള്ളത്. ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ C++ പ്രോഗ്രാമിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കീവേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് കമ്പൈലറിന് സ്പെസിഫിക് മീനിങ് കൊടുക്കുന്ന റിസർവ്ഡ് വേർഡ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാലോ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത കോൺസ്റ്റൻസ് ആണ്. അത് തന്നെ ഇൻറ്റീജർ കോൺസ്റ്റൻസ് ഉണ്ട്, പിന്നെ അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് ഉണ്ട്, ദെൻ സ്ട്രിങ് കോൺസ്റ്റൻസ് ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ട്. ക്യാരക്ടർ ലിറ്ററൽസ് എന്നും പറയും, സ്ട്രിങ് ലിറ്ററൽസ് എന്നും പറയും. ദെൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ആണ് ഓപ്പറേറ്റേഴ്സ്. അത് തന്നെ യൂണറി, ടേണറി ഒക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പ്ലസ്, മൈനസ്, ആസ്റ്ററിക് ഒക്കെ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ആൻഡ്, ഓർ, നോട്ട് ഒക്കെ വരുന്നത്. ഗെറ്റ് ഫ്രം ഓപ്പറേറ്ററും പുട്ട് ടു ഓപ്പറേറ്ററും ഉണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, ഇൻക്രിമെന്റ് ഉണ്ട്, ഡിക്രിമെന്റ് ഉണ്ട്, അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, ലാസ്റ്റ് വൺ കണ്ടീഷണൽ ഓപ്പറേറ്ററും ഉണ്ട്. കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്കും കോളനും ആണ്, അതൊന്ന് നോക്കി വെച്ചേക്കട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ +1 പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ദെൻ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോമ, സെമിക്കോളൻ, ഹാഷ്, ബ്രേസസ് പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. ദെൻ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡാറ്റയാണോ അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഓപ്പറേഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ടൈപ്സ് ഉള്ളത്. നമ്മൾ +1 വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് പഠിച്ചതല്ല, ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് ഒക്കെ. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും ഉണ്ട്. പിന്നെ ടൈപ്പ് മോഡിഫയേഴ്സ് നമ്മൾ പഠിച്ചല്ലേ, ഒരു ഡാറ്റ ടൈപ്പിലുള്ള ഇതിനെ വേറെ ഡാറ്റ ടൈപ്പിലേക്കാക്കി കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. സോറി, അത് ടൈപ്പ് കൺവേർഷൻ ആണ്, മാറിപ്പോയി, ടൈപ്പ് കൺവേർഷൻ ആണ്. സോറി, കറണ്ട് ഡാറ്റ ടൈപ്പിനെ അനദർ ടൈപ്പിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ടൈപ്പ് കൺവേർഷൻ ആണ്. ദെൻ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ഓപ്പറേറ്ററും ഉണ്ടാകും, ഓപ്പറൻസും ഉണ്ടാകും. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അതാണ് എക്സ്പ്രഷൻസ്. C++ പ്രോഗ്രാമിൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുകയാണെങ്കിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻഡ് എൻ സം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ n എന്ന് പറയുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, നമ്മളത് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാണ്, അതാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത്. സീൻ ABC എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്യാനാണ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സി ഔട്ട് ഹലോ എന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഹലോ കിട്ടും. ഓക്കെ, ഞാൻ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈക്വൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഈക്വൽ എന്നല്ല, ഈക്വൽ ടു അല്ലല്ലോ, ഈക്വൽ ആണ് അല്ലേ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണത്. ഈക്വൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഏരിയ ഈക്വൽ 3.14 എന്ന് പറഞ്ഞ് കൊടുത്താൽ 3.14 എന്ന് പറയുന്ന വാല്യൂ ഈ ഏരിയ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഇഫ് എൽസ്, പിന്നെ സ്വിച്ച്, പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, അത് ടെർണറി ഓപ്പറേറ്റർ ആണ് നമ്മൾ പറഞ്ഞു, അതിലൊരു ക്വസ്റ്റ്യൻ മാർക്കും കോളനും ആയിരിക്കും ഉണ്ടാക്കുക. പിന്നെ ഇത് കൂടാതെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഫോർ, വൈല്, ഡു വൈല്, നെസ്റ്റിംഗ് ലൂപ്പ്, പിന്നെ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. പ്രോഗ്രാം കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ
ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് റിട്ടേൺ അതിൽ വരുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അതായത് കൺട്രോൾ ബാക്ക് ടു കോളിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ ഫംഗ്ഷൻ. ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം കൺട്രോൾ ആ ഫംഗ്ഷന്റെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പൊക്കോളും. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പുറത്ത് കിടക്കാൻ. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് വേറെ നെക്സ്റ്റ് ഭാഗത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ചാപ്റ്റർ 2 അറേസ് നമുക്ക് നോക്കാം. അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അതായത് അടുത്തടുത്തായിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് ചേർത്ത് നിർത്താണ് അറേ എന്ന് പറയുന്നത്. ആ അറേയിലുള്ള ഓരോ എലമെന്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്. അറേ സേ ഫോർ എക്സാമ്പിൾ അറേ പറയുകയാണെന്നുണ്ടെങ്കിൽ അറേ പറയുകയാണെങ്കിൽ ഇപ്പോൾ അറേ നമ്മളൊരു ബോക്സ് പോലെയാണെന്ന് വിചാരിക്കുക. അറേ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിച്ചോ. ഇങ്ങനെ കണ്ടിന്യൂസ് ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2013 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള വാല്യൂസ് ഉണ്ട്, താഴെ ഒരു വാല്യൂസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ആ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് ഓരോന്നിൻ്റെ നേരെയുള്ള വാല്യൂ ഏതാന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാം. ദെൻ ഡിക്ലെയറിങ് അറേ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ ഇൻ്റെ നം 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, നം എന്ന് പറയുന്നതിൽ ഉള്ള അതിൽ 10 വാല്യൂസ് നമുക്ക് കൊടുക്കാം. ആ 10 വാല്യൂസിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. സോ നമ്മൾ എന്താണ് അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് കൂടി പറയണം, ഇൻറ്റീജർ ആണ് എന്ന് പറയുന്നതാണ് ഡിക്ലെയറിങ് അറേ എന്ന് പറയുന്നത്. ചോദിക്കും കേട്ടോ. ദെൻ മെമ്മറി അലോക്കേഷൻ, ഒരു അറേക്ക് എന്തുമാത്രം മെമ്മറി വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറേ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു സൈസ് ഓഫ് അറേ. ഓക്കെ, 10 വാല്യൂസ് ആണെങ്കിൽ 10, ഇൻറ്റീജർ ആണെങ്കിൽ 10 × 4 40 അങ്ങനെ വരും. ദെൻ ഇനീഷ്യലൈസേഷൻ. അറേ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഇത്രയും എന്ന് വെച്ചാൽ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുന്നതാ. സ്കോർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ഉള്ള ഡാറ്റ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്, അതിൽ 5 വാല്യൂസ് വേണമെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബ്രേസസിലായിട്ട് ആ 5 വാല്യൂസും കൂടി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അറേയിലുള്ള ഓരോ എലമെന്റ്സും നമ്മൾ ആക്സസ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ചാപ്റ്റർ 3 ഫങ്ഷൻസ് ആണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻ പ്രോഗ്രാമിംഗ് നമ്മൾ എൻറ്റയർ പ്രോബ്ലത്തിനെ സ്മോൾ സബ് ഗ്രൂപ്പ്സ് ആയിട്ട്, സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് വേണ്ടി സെപ്പറേറ്റ് പ്രോഗ്രാം ചെയ്തു. ഇതിനെയാണ് മോഡുലർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സ്മോൾ പ്രോഗ്രാംസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് മോഡുലറൈസേഷൻ എന്ന് പറയും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. കോംപ്ലക്സിറ്റി പ്രോഗ്രാമിൻ്റെ കുറയ്ക്കാം, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ഡീമെറിറ്റ്? കറക്റ്റായിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. പിന്നെ ഓരോ സബ് പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റേതിനെ ബാധിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫങ്ഷൻസ്, C++ലെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ പ്രീ ഡിഫൈൻഡ് ഓർ ബിൽഡ് ഇൻ ഫങ്ഷൻ ഉണ്ട് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. ദെൻ യൂസർ ഡിഫൈൻഡ് ഉണ്ട്, യൂസർ തന്നെ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രീ ഡിഫൈൻഡ് വരുന്നതാണ് കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. അതിൻ്റെ ഹെഡർ ഫയൽ വരുന്നത് #include stdio ആണ്. അപ്പോൾ അതിൽ വരുന്നതാണ് get char എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ ക്യാരക്ടർ ദാറ്റ് ഈസ് ഇൻപുട്ട് ത്രൂ കീബോർഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് പ്രോഗ്രാമിലേക്ക് നമുക്ക് കീബോർഡിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ. പുട്ചാർ ആണെങ്കിലോ മോണിറ്ററിലൂടെ നമുക്ക് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. ഗെറ്റ്സ് ആണെങ്കിലോ ഗെറ്റ്സ് ക്യാരക്ടർ അറേ നെയിമാ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രിങ് ഓപ്പറേഷൻ, ഒന്നിലധികമുള്ള വാല്യൂസോ ക്യാരക്ടർ ഉള്ളതാണ് സ്ട്രിങ്, അത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ട്രിങ് ഓപ്പറേഷൻ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്സ് സ്ട്രിങ് ഡേറ്റ അല്ലെങ്കിൽ പുട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് സ്ട്രീം ഫങ്ഷൻസ് ഉണ്ട്. സ്ട്രീം ഫങ്ഷൻസിൻ്റെ സപ്പോർട്ടർ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് #include IOStream ആണ്, മറ്റേത് stdio ആയിരുന്നു. അതിന് സീൻ ഗെറ്റ് ഉണ്ട്. സീൻ ഗെറ്റ് എന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ
ക്യാരക്ടർ കീബോർഡിലൂടെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ. സീൻ ഗെറ്റ് ലൈൻ എന്നതിന് വേണ്ടിയിട്ടാണ്, സിംഗിൾ ക്യാരക്ടർ അല്ല, ഒന്നിലധികം, വിച്ച് മീൻസ് സ്ട്രിങ് ആണ്. ഒരു സ്ട്രിങ് നമുക്ക് കീബോർഡിലൂടെ എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സി ഔട്ട് പുട്ട് ആണെങ്കിലോ, സി ഔട്ട് പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്യാരക്ടർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സി ഔട്ട് റൈറ്റ് ആണെങ്കിലോ, സി ഔട്ട് റൈറ്റ് ആണെങ്കിൽ ഒരു സ്ട്രിങ്, ഒന്നിലധികം ക്യാരക്ടേഴ്സ് നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാണ് സ്ട്രിങ് ഫംഗ്ഷൻ. അതിൻ്റെ ഹെഡർ ഫയലാണ് ഹാഷ് ഇൻക്ലൂഡ് സി സ്ട്രിങ് വരുന്നത്. അതിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. strlen എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. strcpy എന്ന് പറയുന്നത് ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. strcat എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് മറ്റേതുമായിട്ട് ചേർക്കാൻ, കൺകാറ്റിനേഷൻ എന്ന് പറയില്ല, ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. strcmp എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ പിന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് strcmpI ഉണ്ട് കേട്ടോ. strcmpI എന്ന് പറയുന്നത് കേസസ് നോക്കണ്ട, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ നോക്കാതെ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. ഇനി മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ വരുന്നത് ഹാഷ് ഇൻക്ലൂഡ് സി മാത്ത് ആണ്. അതിൽ ABS ഉണ്ട്. ABS നമ്മൾ യൂസ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് വാല്യൂ, ഒരു നമ്പറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. SQRT യൂസ് ചെയ്യുന്നത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ. POW നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. ക്യാരക്ടർ ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ വരുന്നതാണ് ഹാഷ് ഇൻക്ലൂഡ് സി ടൈപ്പ്. ഹാഷ് ഇൻക്ലൂഡ് സി ടൈപ്പ് വരുന്നത്. അതിൽ വരുന്നതാണ് ഈസ് അപ്പർ. ഈസ് അപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണോ എന്ന് അറിയാനാണ്. ഈസ് ലോവർ ഉണ്ട്. ഈസ് ലോവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ ലോവർ കേസിലാണോ എന്ന് അറിയാൻ. ഈസ് ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ എന്ന് അറിയാൻ. ഈസ് ഡിജിറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ എന്ന് അറിയാൻ. ഈ സാലം യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ നമ്പർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ടു അപ്പർ എന്ന് പറയുന്നത് ലോവർ കേസിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പർ കേസിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ് ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ബോഡി. ദെൻ പ്രോട്ടോടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്. പ്രോട്ടോടൈപ്പ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എ ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ബൈ വിച്ച് കമ്പൈലർ ഈസ് പ്രൊവൈഡ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫംഗ്ഷൻ സച്ച് എസ് നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, അതിൻ്റെ നമ്പർ, ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ആക്സസിബിലിറ്റി, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു കമ്പൈലർക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രോട്ടോടൈപ്പ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് കോൾ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. കോൾ ബൈ വാല്യൂ മെത്തേഡും ഉണ്ട്, കോൾ ബൈ റെഫറൻസ് മെത്തേഡും ഉണ്ട്. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ആക്ച്വൽ പാരാമീറ്ററിൽ മാറ്റമൊന്നും വരില്ല. അതേസമയം കോൾ ബൈ റെഫറൻസ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആക്ച്വൽ ഫോർമൽ പാരാമീറ്ററിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ച്വൽ പാരാമീറ്ററിലും ആ മാറ്റം വരും. ദെൻ സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾ ആൻഡ് ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ലോക്കൽ വേരിയബിൾ ഉണ്ട്. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ ഇൻസൈഡിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളാണ് ലോക്കൽ വേരിയബിൾ. ഗ്ലോബൽ വേരിയബിൾ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡിലേക്കും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതാണ്. ദെൻ ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ഇൻസൈഡ് ദ ഫംഗ്ഷൻ ബോഡി ഓഫ് അനദർ ഫംഗ്ഷൻ, മറ്റൊരു ഫംഗ്ഷൻ്റെ ഫംഗ്ഷൻ ബോഡിയുടെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്നത്. ഗ്ലോബൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിക്ലെയർ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ബോഡി ഓഫ് അനദർ ഫംഗ്ഷൻ. ചാപ്റ്റർ 4 വെബ് ടെക്നോളജി. അതിൽ കമ്മ്യൂണിക്കേഷൻസ് പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. പിന്നെ വെബ് സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന സെർവർ കമ്പ്യൂട്ടറാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് വെബ് സെർവർ പാക്കേജസ് പറയാൻ അപ്പാച്ചി ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ഉണ്ട്, ഗൂഗിൾ വെബ് സെർവർ ഉണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ പോർട്സ് FTP ഉണ്ട് 2021, SSH ഉണ്ട്, SMTP 25, DNS 53, HTTP 80, POP3 100 and HTTPS 443 ഇതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ നാസ ICANN ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിക്കണം. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. സ്റ്റാറ്റിക് വെബ് പേജിൻ്റെ കണ്ടന്റ് ആൻഡ് ലേഔട്ട് ഫിക്സഡ് ആണ്, ഡൈനാമിക്കിൻ്റെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക്കിൽ ഡേറ്റാബേസ് യൂസ് ചെയ്യില്ല, ഡൈനാമിക്കലി യൂസ് ചെയ്യും. സ്റ്റാറ്റിക് വെബ് പേജ് നമുക്ക് ബ്രൗസറിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി റൺ ചെയ്യാൻ പറ്റും. ഡൈനാമിക് നമുക്ക് സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആവശ്യമുണ്ട്. സ്റ്റാറ്റിക് സൈഡ് ഈസിയാണ് ഡെവലപ്പ് ചെയ്യാൻ,
ഡൈനാമിക് എന്ന് പറയുന്നത് നമുക്ക് പ്രോഗ്രാമിംഗ് സ്കിൽ ആവശ്യമുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTML പേജിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന കോഡ്സിനെയാണ് സ്ക്രിപ്റ്റ് പ്രോഗ്രാം. ആ പ്രോഗ്രാം കോഡ്സിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും നമ്മൾ ഡിഫറൻസ് പഠിക്കണം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് നമ്മൾ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിൽ കോപ്പിയാണ് ചെയ്യുന്നത്. പക്ഷേ സർവർ സൈഡിൽ വെബ് സെർവറിലാണ് അത് ഉണ്ടാകുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ക്ലയൻറ്റ് ബ്രൗസറിൽ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് വെബ് ബ്രൗസറിൽ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡാറ്റ വാലിഡേഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഡാറ്റാബേസ് കണക്ട് ചെയ്യാനും വെബ് സെർവറിൽ നിന്ന് ഡാറ്റ എടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. യൂസേഴ്സിന് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കോഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും വെബ് സെർവറിൻ്റെ ഫീച്ചേഴ്സ്, പക്ഷേ ഫീച്ചേഴ്സ് കോഡിങ്ങിന് സർവർ സൈഡ് സ്ക്രിപ്റ്റിനെ അഫക്റ്റ് ചെയ്യില്ല. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉള്ളത് ജാവ സ്ക്രിപ്റ്റ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തത് ബ്രെൻഡൻ ഈച്ചാണ്, പേര് പഠിച്ചു വെച്ചേക്കുക. VB സ്ക്രിപ്റ്റ് ഉണ്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ. PHP ഉണ്ട് ബൈ റാസ്മസ് ലെഡോഫ്. ASP ആക്റ്റീവ് സെർവർ പേജാണ്. JSP ജാവ സെർവർ പേജാണ്. CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ആണ്. ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞാൽ HTML ഹെഡ് ടാഗ്, ദെൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുന്നു, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നു, ബോഡി ഓപ്പൺ ചെയ്യുന്നു, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇനി ടാഗ്സ് പറയുകയാണെങ്കിൽ കണ്ടെയ്നർ ടാഗ്സ് ഉണ്ട്. കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്പണിംഗ് ക്ലോസിങ്ങും ഉണ്ടാവും. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ടാഗ് മാത്രമേ അതിനുണ്ടാവുള്ളൂ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ആണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാഗ്സ് പെട്ടെന്ന് പറഞ്ഞു പോകാം. HTML ഉണ്ട്. HTML ടാഗിൽ A എന്ന് പറയുന്നത് A അല്ല, HTML ടാഗിൽ DIR നമ്മൾ ആ വെബ് പേജിൽ കാണിക്കുന്ന ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് DIR ഉള്ളത്. ലാങ് എന്ന് പറയുന്ന ലാംഗ്വേജസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹെഡ് സെക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ, അതിൻ്റെ ഡോക്യുമെൻ്റ് ടൈറ്റിൽ മെൻഷൻ ചെയ്യാൻ. ബോഡി ടാഗിലാണ് ബാക്കി നമ്മളെല്ലാം കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, BG കളർ, ടെക്സ്റ്റ്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ ഒക്കെ ഉണ്ട്. പിന്നെ P ടാഗ് പാരഗ്രാഫിന് വേണ്ടിയിട്ട്, BR ബ്രേക്കിന് വേണ്ടിയിട്ട്, HR ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ, സെൻറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് സെൻറ്ററിലാക്കാൻ, B ബോൾഡ് ആക്കാൻ, I ഇറ്റലൈസ് ചെയ്യാൻ, U അണ്ടർലൈൻ ചെയ്യാൻ, S സ്ട്രൈക്ക് ചെയ്യാൻ, ബിഗ് ടെക്സ്റ്റ് സൈസ് ബിഗ് ആക്കാൻ, സ്മോൾ സൈസ് ആക്കാൻ, സ്ട്രോങ് ഉണ്ട്. അങ്ങനെ SUB സബ്സ്ക്രിപ്റ്റ് എഴുതാനും SUP സൂപ്പർ സ്ക്രിപ്റ്റ് എഴുതാനും, Q കൊട്ടേഷൻ കൊടുക്കാൻ, ബ്ലോക്ക് കോട്ട് ലോങ് കൊട്ടേഷൻസ് കൊടുക്കാനും, പിന്നെ മാർക്ക് ഒക്കെ ഉണ്ട് നമുക്ക് സ്ക്രോളിംഗ് ടെക്സ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HTML കമൻസ് നമ്മൾ കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ഈ ടാഗിൻ്റെ ഉള്ളിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 5 മുതൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും വേഗം ഒന്ന് പെട്ടെന്ന് പഠിച്ചിരിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആകുന്നത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്